ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് തിരുസഭ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൃപകളും വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും നിറയപ്പെടുന്നവരായിട്ട് മാറുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയണം, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കണം, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട് ഈശോയ്ക്ക് സാക്ഷിയായി അനേകം ആത്മാക്കളെ നേടണമെന്ന്. എന്നാൽ ഇങ്ങനെ ഒരു ആഗ്രഹവും ഇല്ലാതെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടുവാൻ വേണ്ടി പോകുന്നത്. ഒരു മരിയൻ ധ്യാനമായിരുന്നു. അങ്ങനെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ നിയോഗങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയിടണം, അത് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കെന്താണ് നിയോഗം എഴുതിയിടുന്നത് എന്നൊന്നും അറിയാതിരുന്നതുകൊണ്ട് എൻ്റെ അപ്പുറയും ഇപ്പുറയും ഇരുന്ന ചേട്ടന്മാരിങ്ങനെ എഴുതുന്നത് ഞാനിങ്ങനെ നോക്കി. ഒരു ചേട്ടൻ ഇങ്ങനെ എഴുതി പശുവിന് പാല് കിട്ടണം, വീട് പുതുക്കി പണിയണം. ഇപ്പുറം ഇരുന്നൊരു ചേട്ടൻ എഴുതി വിദേശത്ത് ജോലി വേണം, വിവാഹം നടക്കണം എന്നൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ ഞാനത് നോക്കിയപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞു, നിന്റെ നിയോഗമാണ് എഴുതുന്നത്, ഞങ്ങളുടെ നിയോഗം എഴുതി വെച്ചിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചു നേരം കണ്ണടച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. ഈ പശുവിന് പാല് കൊടുക്കുന്ന, വീട് പുതുക്കി പണിത് കൊടുക്കുന്ന, വിദേശത്ത് ജോലി നൽകുന്ന, കല്യാണം നടത്തി കൊടുക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ എനിക്കൊന്ന് അനുഭവിച്ചറിയണം എന്ന് ഞാൻ ഈ പേപ്പറിൽ എഴുതി മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടുണ്ട്. അങ്ങനെ ധ്യാനമൊക്കെ കൂടി തിരിച്ചു പോകുന്നു. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. എന്നാൽ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി. ആരുമായിട്ട് ഫോണൊന്നും വിളിക്കത്തില്ല. കിട്ടുന്ന സമയങ്ങളിലെല്ലാം നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു വെക്കാതെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയും, അത് എടുത്തെടുത്ത് കൊണ്ടേ വെക്കുവാൻ പറയും. എൻ്റെ ഉള്ളിലൊരു തോന്നലായിട്ട് ഇങ്ങനെ വരികയാണ്. നമ്മളൊരു ബുക്ക് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ അന്നേരം എൻ്റെ ഉള്ളിൽ പറയും, അത് നീ എടുത്തെടുത്ത് കൊണ്ടേ വെക്കുവാൻ പറയും. അങ്ങനെ ഞാനിങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോഴെല്ലാം ഞാനിതിങ്ങനെ അനുസരിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിത്യാരാധന ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിത്യാരാധന ഈശോയുടെ അടുത്ത് ഇരുന്ന ഒരു ചേച്ചി ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ കരയുന്നുണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു വിഷമം തോന്നി. ഈ ചേച്ചി എന്താണ് ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഈ ചേച്ചിയുടെ സഹോദരി ഇംഗ്ലണ്ടിൽ ഒരു ഹോസ്പിറ്റലിൽ ICUവിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഈ സഹോദരിക്ക് ഒന്നും സംഭവിക്കില്ല, കരയാതിരിക്കുവാൻ ഇങ്ങനെ പറയുവാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു തോന്നലാണെന്ന് ഓർത്ത് ഞാനത് ഇങ്ങനെ അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ വരുവാൻ തുടങ്ങി. ഇംഗ്ലണ്ടിലെ ഹോസ്പിറ്റലിലെ ICUവിൽ ഇങ്ങനെ സഹോദരി കിടപ്പുണ്ട്, ഒന്നും സംഭവിക്കുകയില്ല എന്നിങ്ങനെ പോയി പറയുവാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ പിന്നെയും തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ഞാനിങ്ങനെ അതൊന്നും ആ ചേച്ചിയുടെ അടുക്കിലേക്ക് പോവുകയോ ഒന്നും പറയാതിരുന്നപ്പോൾ മൂന്നാമത് വീണ്ടും എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഇങ്ങനെ ഒരു തോന്നൽ വന്നപ്പോൾ ഞാൻ അന്നേരം ഓടിച്ചെന്ന് ഈ ചേച്ചിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ചേച്ചി ഇംഗ്ലണ്ടിലുള്ള ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഈശോ ഇടപെടും, ഇനി കരയരുത് എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്നിങ്ങനെ പറയുമെന്ന് പറഞ്ഞു. ഇത് കേട്ട സെക്കൻഡിൽ ആ ചേച്ചിയുടെ കരച്ചിൽ നിന്നു. ആ ചേച്ചി എഴുന്നേറ്റ് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ശരിക്കും ഇതിങ്ങനെ പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോടിങ്ങനെ എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ഒരു തോന്നൽ വന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ ചേച്ചിക്ക് വല്ലാത്ത സന്തോഷമായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ആ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ആ ചേച്ചി എന്നെയും പ്രതീക്ഷിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞു, ആ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ICUവിൽ നിന്ന് മാറ്റി, ഇപ്പോൾ ഒരു കുഴപ്പവും കൂടാതെ വീട്ടിൽ സഹോദരി വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് അത് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എൻ്റെ ആദ്യമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുന്നതായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഒരു അനുഭവമായിട്ടൊന്നും തോന്നിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മൾ ഈ പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം, നമ്മളോട് ഇതുപോലെ തോന്നലായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് ഇരുന്ന് ആദ്യമായിട്ട് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നന്മയായിട്ടുള്ള എന്ത് കാര്യങ്ങൾ പറഞ്ഞോ അത് നമ്മൾ അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് എന്ത് കാര്യം നമ്മുടെ ഉള്ളിലിരുന്ന ഒരു തോന്നലായിട്ട് നമ്മളോട് പറയുകയാണ്, ഇന്ന സ്ഥലത്തേക്ക് പൊക്കോ, ഇന്ന പള്ളിയിലേക്ക് പൊക്കോ, അല്ലെങ്കിൽ അവിടെ പോയി ഇന്ന കാര്യം ചെയ്യുക, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് കഴിഞ്ഞ ദിവസം തന്നെ ഒരു വ്യക്തി വഴി ക്രോസ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്കിട്ട് ചെന്ന് വണ്ടി ഇടിക്കുകയുണ്ടായി.
പ്രിയപ്പെട്ടവരെ, നമ്മൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ, ഒരാൾ വഴി ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തോന്നൽ തരും, ആ വ്യക്തിക്ക് കടന്നു പോകുവാൻ വേണ്ടി വണ്ടി ഒന്ന് നിർത്തി കൊടുക്കാൻ ഇങ്ങനെ നമ്മുടെ ഉള്ളിലിരുന്നൊരു തോന്നലൊക്കെ തരുമ്പോൾ നമ്മളത് അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പലരും ചിന്തിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് എന്നൊക്കെ ഒരു തോന്നൽ വരും. നിത്യജീവിതത്തിൽ എപ്പോഴും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രത്യുത്തരം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ്, പ്രത്യേകിച്ചും ഈ ശുശ്രൂഷ മേഖലയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമൊന്നുമില്ലാതെ, അല്ലെങ്കിൽ അവൻ വളർന്നു പോകുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ പലരുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ പല ശുശ്രൂഷകരും ഇന്ന് ഡൗണായി പോകുന്നതിൻ്റെ ഒരു കാര്യം ഉള്ളിലുള്ള ഈ ഇതുപോലെയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ കൊണ്ടു നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞോ നമ്മളത് പരിപൂർണമായിട്ടും അനുസരിക്കുന്നവരായിട്ട് മാറുക. പ്രത്യേകിച്ച് നമ്മൾ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ കാണുമ്പോൾ അവരോടൊന്ന് ക്ഷമിക്കുവാൻ, ഒന്ന് സംസാരിക്കുവാനൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുമ്പോൾ അത് ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ അവസരം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ അനുതാപമുള്ള ഒരു ഹൃദയത്തോടു കൂടി പശ്ചാത്തപിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നിറഞ്ഞ് അനേകം ആത്മാക്കളെ നേടുവാൻ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധാത്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ ഓരോരുത്തരിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.